ആഷിഖെ, ഇപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മൾ കുറച്ച് അകറ്റി നിർത്തേണ്ട കുറച്ച് പേരുണ്ട്. അതായത് അതിങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അതായത് എൻ്റെ ഒരു താല്പര്യം. അങ്ങനെ വിശ്വസിക്കുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് പ്രാങ്ക് ചെയ്യുന്നവർ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിനായിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ, എന്തെങ്കിലും നമുക്ക് പലവിധ അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ അത്യാവശ്യമായിരിക്കും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചായിരിക്കും പോകുന്നത്. ആ സമയത്തായിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കുന്ന ഒരു രീതിയിൽ എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ തന്നെ ബാധിക്കുന്ന തരത്തിൽ അവർ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് പ്രാങ്ക് ആണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ദേഷ്യം വരുന്ന കാര്യമാണ്. അത് എത്ര സുഹൃത്താണ് അല്ലെങ്കിൽ എത്ര മിത്രമാണ്, ബന്ധുക്കളായാൽ പോലും നടത്തുന്നെങ്കിൽ പോലും ആ ഒരു പരിപാടി കൊണ്ട് ഞാനത് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും. ചിലപ്പോൾ ആ സമയത്ത് എന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത വന്നായിരുന്നു. ആർ‌ജെ അഞ്ജലി എന്ന് പറഞ്ഞ ആൾ. ആഹ് അതും ആർ‌ജെ അഞ്ജലിയും അത് അത് അവരുടെ കൂട്ടുകാരിയും ഒത്ത് ഒരാളെ വിളിച്ചിട്ട് ഒരു ബ്യൂട്ടി പാർലർ എന്തോ വിളിച്ചിട്ട് മെഹന്തി ഇടണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അവർ സ്ഥിരം ഈ ഒരു പരിപാടി നടത്തുന്നത് ഈ പ്രാങ്ക് വീഡിയോ ഇത് വിളിച്ചിട്ട് അതിങ്ങനെ ഇത് ഇൻസ്റ്റാഗ്രാമിലൂടെ കാണിച്ച് ഒരുപാട് റീച്ചൊക്കെ കിട്ടുന്ന ഒരാൾ കൂടിയാണ്. മാത്രമല്ല ആർ‌ജെ അഞ്ജലിയെ നമുക്കറിയാം. പലർക്കും അറിയാമായിരിക്കും. ഒരു പ്രധാന റേഡിയോ സ്റ്റേഷനിലെ ആർ‌ജെ ആണ്. നേരത്തെ നല്ല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അമൃത ടിവിയിലടക്കം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോ വന്നത് എന്നിട്ട് ഇതിനകത്ത് വിവാദമാകാൻ കാരണം ഈ ഒരു ഇവരെ വിളിക്കുന്നു. ബ്യൂട്ടി പാർലറിൽ വിളിക്കുന്നു. അവർ മാന്യമായിട്ട് പറയുന്നു. മെഹന്തി ഇടുമോ എന്ന് ചോദിക്കുന്നു. മെഹന്തി ഇടാം. എവിടെ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ ചോദിക്കുന്നു. റേറ്റ് ചോദിക്കുന്നു. അപ്പം ഓരോ ഭാഗത്തായിട്ട് പറഞ്ഞു. കൈക്ക് ഇടുന്നുണ്ട്. കാലിന് ഇത്ര രൂപയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആണ് മറ്റൊരാൾ ചോദിക്കുന്നത്. ഇതിനകത്ത് അഞ്ജലിയോടൊപ്പമുള്ള സുഹൃത്ത് ചോദിക്കുന്നു, എനിക്ക് ഒരു സ്വകാര്യ ഭാഗത്താണ് ഇടേണ്ടത് എന്ന് പറയുന്നുണ്ട്. ആ വാക്ക് നമ്മളിവിടെ പറയുന്നില്ല. പറയാൻ തന്നെ അറപ്പുണ്ട്. അതുകൊണ്ട് പറയുന്നില്ല. എങ്ങനെയാണ് പറഞ്ഞതെന്ന്. ഒരുപക്ഷേ അത് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. അല്ലെങ്കിൽ യൂട്യൂബിലടക്കം കുറെ പേര് വിമർശിച്ചതിന്റെ വീഡിയോ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നു. അവർ ചെയ്തത് ആ ഒരു ലേഡി, അതായത് ആ ഒരു സ്ഥാപനം നടത്തുന്നയാൾ ചെയ്തത് ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് ഉണ്ടായത്. രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോഴും അവർ ഫോൺ എടുത്തില്ല. അത് എത്രത്തോളം അവരെ ബാധിച്ചിട്ടുണ്ട് എന്നതിന് ഉത്തരം കൂടിയാണ് ആ കോൾ റിജക്റ്റ് ചെയ്തതിലൂടെ മനസ്സിലാവുന്നത്. വീണ്ടും അവർ വിളിക്കുന്നു, ഇതുപോലെ വിളിക്കുന്നു. അവർ കട്ട് ചെയ്ത് പോന്നു. അവർ കാണിച്ചൊരു മാന്യത ഒന്ന് ആലോചിച്ച് നോക്കുക. എവിടെയാണ് ആ സ്ത്രീയുടെ ഒരു വില മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച, കടുത്ത വിമർശനം, കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് പിന്നെ ആർജെ അനിലിക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ സമൂഹ മാധ്യമങ്ങൾ ആർക്കും എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അതിനകത്ത് വിശദീകരണമായിട്ട് അവർ പറയുന്നത്, ഇത് ഗൂഗിൾ ഫോംസ് ഒക്കെ വഴി എല്ലാം അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഉള്ള രീതിയിലുണ്ട്. പക്ഷേ ആരായാലും എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മാന്യമായി പെരുമാറുക എന്നുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് ഒരു പരിചയമില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് വായിൽ തോന്നുന്നത്, ആ ഉപയോഗിച്ച വാക്ക് തന്നെ മോശമാണ്. അപ്പോൾ അവർക്ക് എത്രമാത്രം ഹർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തത് മറ്റുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ബാധിക്കുമെന്ന കാര്യമൊന്നും നോക്കുന്നില്ല. അവർ അതിന് ശേഷവും ആ വീഡിയോ തുടരുന്നു, ചിരിക്കുന്നു. എന്തോ പോലെ അത് കേൾക്കുമ്പോൾ തന്നെ അറപ്പാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പലരും അതിനകത്ത് ന്യായീകരിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ പ്രാങ്ക് അല്ലേ, കളിയായിട്ട് എടുത്തുകൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കളിയായിട്ട് എടുക്കണമോ കാര്യമായിട്ട് എടുക്കണമോ എന്ന് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. ഇപ്പൊ എനിക്ക് എന്റെ ചോയ്സ് ഞാൻ പറയുന്നു. എനിക്കിത് ഈ പ്രാങ്കുകളോട് പരമാവധി എനിക്ക് ദേഷ്യമുണ്ട്. എനിക്ക് എതിർപ്പുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ ആഷിഖിന് എന്താണ് ഈ വിഷയത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അടുത്ത് നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇതൊരു ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി അവരുടെ അനുവാദമില്ലാതെ അവരോട് ഓരോ വൃത്തികേട് ചോദിച്ച് അത് റെക്കോർഡ് ചെയ്ത് തന്റെ ഇത്രയും റീച്ചുള്ള ഒരു അക്കൗണ്ടിലൂടെ പബ്ലിഷ് അത് ചെയ്യുക എന്ന് വരുമാന പറഞ്ഞു കഴിഞ്ഞാൽ മാർഗമാക്ക്. അതെ, അതെ, അതെ. അതും അവരുടെ തൊഴിലിനെ വരെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഇവരുടെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ആ തൊഴിലിനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവര് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആയിരിക്കാം. അപ്പോ എത്രയും പ്രിഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ എത്രയും കരുതലോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെയൊക്കെ ജോലി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കഴിവിനെയാണ് നമ്മള് വരുമാനമാക്കി മാറ്റുന്നതും. അപ്പൊ ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ വിഷമം വിറ്റ് കാശാക്കുന്ന രീതി അത് ഒരിക്കലും നമ്മള് ചെയ്യാൻ പാടില്ല. ഇവിടെ വ്യക്തമായി നടന്നിട്ടുള്ളത് ഇവർ ഈ പ്രാങ്കിലൂടെ ചെയ്യുന്നത് മൊത്തം അതാണ്. ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ. നമുക്ക് തമാശകളാവാം. ഇപ്പൊ ആ വ്യക്തിയെ അപമാനിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കളി തമാശയിലൂടെയൊക്കെ നമ്മളെല്ലാവരും അങ്ങോട്ട് സുഹൃത്തുക്കളോട് കളി പറയുന്നതാണ്, ചിരിക്കുന്നതാണ്, തമാശ ചെയ്യുന്നതാണ്, ആളുകളെ ചിരിപ്പിക്കുന്നത് നല്ലൊരു കഴിവ് തന്നെയാണ്. പക്ഷേ അത് മറ്റൊരാളുടെ തൊഴിലിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയോ അപമാനിക്കുന്ന രീതിയിൽ ആവരുത്. അത് കണ്ട് ചിരിക്കാൻ ചിലപ്പോ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അത് ആ അവിടെ ഇരയാക്കപ്പെടുന്ന ആളുടെ ആ ഒരു വേദന ഇവിടെ വളരെ മാന്യമായിട്ടാണ്. ഇപ്പം ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരുന്നു ആ മെഹന്തി ആർട്ടിസ്റ്റിന്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ പറയുന്നത് ചിലപ്പോ ഈ ചീത്ത രീതിയിലായിരിക്കില്ല. നമ്മൾ വളരെ വൈകാരികമായിട്ടായിരിക്കും അതിനോട് പ്രതികരിക്കുക. പക്ഷെ ഇവിടെ
വളരെ മാന്യമായിട്ടാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പ്രതികരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് പോയതേ കട്ട് ഉള്ളൂ. ചെയ്തിട്ട് പോയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. ഈ തിരിച്ച് പറയാനോ അല്ലെങ്കിൽ വേറെ മറ്റൊന്നും പറയാൻ നിന്നില്ല. പിന്നെ വിളിക്കുമ്പോ ഫോൺ എടുക്കാതെ കട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇത്തരം അതാണ് മൗനങ്ങളാണ് മാന്യത. ഇത്തരം മൗനങ്ങളാണ് ഇവരെ പോലുള്ളവരെ വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ സ്ത്രീകളാണ്. ഇപ്പോൾ ഇവർക്ക് പകരം ഒരു പുരുഷന്മാരാണ് ഇതിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? അതെ. ഞാൻ ഇവിടെ എന്റെ വേർതിരിവ് പറയുന്നതിന് എന്നാൽ പോലും പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഇപ്പൊ അതിനകത്ത് തന്നെ ഇതിന് കോണ്ടന്റുകളെല്ലാം തന്നെ ഏകദേശം ഡബിൾ മീനിങ്. അതിനുശേഷം വേറൊരാളെ വിളിക്കുന്നത് ഒരു ജിമ്മിലെ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് അത് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു, ഇത് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് തന്നെ ഒരു നമ്മൾ രഹസ്യമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് പല ഡബിൾ മീനിങ്ങുകളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ആളുകളെ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഹരം കൊള്ളിച്ച് അതുവഴി കാശുണ്ടാക്കുക എന്നുള്ള രീതി കൂടി ഇതിനകത്ത് കാണുന്നുണ്ട്. നമ്മൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളാണെന്നുള്ള ഒരു പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. ഇപ്പം നേരെ മറിച്ച് ഇതൊരു എതിർവശത്ത് സ്ത്രീയും ഇവിടെ ഒരു പുരുഷനുമാണെങ്കിൽ അവസ്ഥ ചോദിച്ചു നോക്കിക്കൂ. വാക്കുകൾ മോശമായുള്ള രീതിയിൽ പെരുമാറി എന്നുള്ള രീതിയിൽ കേസ് വരെ എടുക്കും. അതിന്റെ പേരിലാണ് ഇപ്പോൾ കൃഷ്ണകുമാർ അടക്കമുള്ളവർ ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നത്. അവർ സമൂഹത്തിന് മുന്നിൽ നീതി തെളിയിച്ചിട്ടുണ്ട്. കുറ്റക്കാരില്ലാന്ന് വ്യക്തമായിട്ട് എല്ലാ ജനങ്ങൾക്കും അറിയാമായിരുന്നിട്ട് പോലും ഇവിടെ എന്താണ് അവർക്ക് കിട്ടിയത്? ഈ നിയമത്തിന്റെ വശങ്ങളെല്ലാം കൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുന്നത് ഇപ്പം അവരുടെ പ്രതികൾ ഈ ഒരു വിഷയത്തിലെ കാരണക്കാരെ തന്നെ ഒരു പോലീസിന് മുമ്പിൽ അവർ സുഖമായിട്ട് ഒളിഞ്ഞു കഴിയുന്നു. ഇവരെ പോലുള്ളവർ ഇത്രയും ഈ ഇതൊക്കെ ബാധിച്ച് അവരിങ്ങനെ നിൽക്കുന്നു. അവിടെയാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടി ഇതിനകത്ത്. ഇവിടെ ഇന്ന് ആർജി അഞ്ജലി വന്ന് പരസ്യമായി മാപ്പൊക്കെ മാപ്പ് മാപ്പ് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. ആ മാപ്പ് പറയുന്ന ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കൂടി അതിലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യായീകരണം മാത്രമായിരുന്നു ഇതിന്റെ പേരിൽ നടത്തുന്നത്. ഒരിക്കൽ പോലും ഇത് അദ്ദേഹത്തിന് വിഷമമായെങ്കിൽ ക്ഷമിക്കണമെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വന്ന് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ പുറകിൽ കേസോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നതുകൊണ്ടോ ഒരു പ്രഷർ വന്നതുകൊണ്ടോ ആയിരിക്കാം ഇന്നിപ്പോ വന്ന് മാപ്പ് പറഞ്ഞത്. പക്ഷെ ആ മാപ്പ് പറയുന്ന വീഡിയോയിൽ കൂടി അവർ പറയുന്നത് അവർ മീശ മാധവനിലെ ഏതോ ഒരു രംഗം, ആ സിനിമയിലെ ഏതോ രംഗത്തെ പറ്റി സംസാരിച്ച് തമാശ രൂപേണയാണ് ഈ ഇതിലേക്ക് കടക്കുന്നത്. എന്നിട്ടാണ് ഈ ഒരു പദം ഉപയോഗിച്ചത്. ഇങ്ങനെ ഒരു പദം ഉപയോഗിക്കാനുണ്ടായ സാഹചര്യം വിശദീകരിച്ച് അതിലും ഒരു ന്യായീകരണം കണ്ടെത്തുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തിയുടെ ഒരു തൊഴിലിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അത് കാശാക്കാൻ വേണ്ടി സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോ അവർ വിളിച്ച് സംസാരിച്ചോട്ടെ. ഇതേ വാക്കാണ് ബോബി ചെമ്മണ്ണൂർ ഉപയോഗിച്ചതും കൂടെ ആലോചിക്കുക. അതെ, അതെ. ഈ ഒരു വാക്ക് ഉപയോഗിച്ചതിന്റെ പേരാണ് അതേ ഈ വാക്കും പറഞ്ഞില്ല. അതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടാണ് അതെ. ഇത്തരത്തിലൊന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കേസുകളിലൊക്കെ അകപ്പെട്ടത്. എന്തായാലും നമ്മൾ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ഇതിനകത്ത് തെറ്റുകാരനാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആ ഒരു വാക്ക് ഉപയോഗിച്ച ഇവരും തെറ്റുകാർ തന്നെയാണ്. ഇവര് ഇത് ചെയ്യുമ്പോൾ ഇവര് ഈ തമാശയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് സ്വന്തം അക്കൗണ്ടിലൂടെ അത് പ്രചരിപ്പിക്കുക ഇത്രയും വലിയൊരു ഓഡിയൻസിനിടയിലേക്ക് ഇട്ടുകൊടുക്കുന്നതിലാണ് ഇവിടെയുള്ള അപകടം. കാരണം ഒരാൾ ചെയ്യുന്ന ജോലിയെയോ അയാളുടെ വ്യക്തിത്വത്തെയോ അപമാനിക്കലാണ് ചെയ്യുന്നത്. അത് എന്തൊക്കെ പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്.